ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്കറിയത്തില്ല, മാർക്ക് വന്നാലേ എനിക്കറിയത്തുള്ളൂ. ഞാനിങ്ങനെ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം 2 മിസ് കോള്. ഞാനിങ്ങനെ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ആയിരിക്കും എടുക്കണ്ടെന്ന്. പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വിളിച്ചപ്പോഴത്തന്നെ ഞാൻ അന്ന് പൈസ കൊടുത്ത അപ്പൂപ്പൻ എന്നെ വിളിച്ച്, മോളെ ഞാൻ കൃപാസനത്തിൽ ഇരിപ്പുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി, എല്ലാവരും സാക്ഷ്യത്തിലൊക്കെ പറയും പരീക്ഷയൊക്കെ എഴുതുമ്പോൾ മക്കൾക്ക് വേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിച്ച്. പക്ഷേ എനിക്ക് എൻ്റെ ആരുമല്ലാത്തൊരു മനുഷ്യൻ എനിക്ക് വേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ജയിക്കുമെന്ന്. ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലോട്ടൊന്നും പോവാതെ നേരെ ഞാൻ കൊല്ലത്താണ് ഞങ്ങളുടെ വീട്. ഞാൻ ഇവിടെ ആലപ്പുഴ ഇന്നലെ മാതാൻ അടുത്ത് വന്നു. ഞാൻ അവിടെ നിന്നൊരു കൊന്ത ചൊല്ലി, പിന്നെ ഞാൻ മുട്ടുകുത്തി ഈ അൾത്താരുടെ അടുത്ത് നിന്ന് 7 പ്രതീക്ഷണ പ്രാർത്ഥനയും 7 വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ നാളെ ഇവിടെ വരുന്നത് ഞാൻ ജയിച്ചെന്ന് സാക്ഷ്യം പറയാനായിരിക്കും. ഓൾറെഡി ഞാൻ സാക്ഷിയിലെ എഴുതി വെച്ചിരുന്നു. എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, എൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന, മോളെ നീ സാക്ഷ്യം എഴുത്, നിനക്ക് പറയാൻ പറ്റും. അങ്ങനെ ഇന്ന് രാവിലെ റിസൾട്ട് വന്നു. എനിക്ക് 76%. ആ ഡോക്ടർ ചേച്ചിക്ക് എല്ലാത്തിനെയും കുറിച്ച് നല്ല ധാരണ ഉണ്ട്, ഭയങ്കരമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചിക്ക് 74 എനിക്ക് 76. അതൊരിക്കലും പോസിബിൾ അല്ല, കാരണം ഞാൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. ഞാനൊരു വേസ്റ്റ് അല്ലാന്ന് ദൈവം എനിക്ക് പ്രൂവ് ചെയ്ത് തന്നു. ഞാൻ ഇത്രയും നാൾ ഭാഗ്യത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഞാൻ അൺലക്കിയാണ് എന്ന് മാത്രം ഞാൻ വിചാരിച്ചു. പക്ഷെ ലക്കി അൺലക്കി ഒന്നുമില്ല, ഈശോയായിട്ട് ചേർന്ന് നിൽക്കുന്നതും അകന്ന് നിൽക്കുന്നതുമാണ്.